ഹലോ ഗായ്സ്, ഇതെൻ്റെ ഫസ്റ്റ് വോയിസ് ഓവർ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ തെറ്റുകളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. ഞാൻ ലാസ്റ്റ് പോയ ട്രിപ്പിൻ്റെ കുറച്ച് ഗ്ലിംസസ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. എപ്പോഴും ഞാനൊരു ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫൈനൽ ഡെസ്റ്റിനേഷനെ പറ്റിയിട്ട് ബോധേഡല്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊന്നും പ്രീ പ്ലാൻ ചെയ്യുന്നില്ല. ജസ്റ്റ് നമുക്ക് തോന്നുന്ന വഴിയിൽ നമ്മൾ പോവുകയാണ് ചെയ്യുക. പക്ഷേ എല്ലാ തവണയും ഈ യാത്ര ചെയ്ത് ലാസ്റ്റ് എത്തുന്ന ഡെസ്റ്റിനേഷൻ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഹാപ്പിനെസ് തരുന്നൊരു സ്ഥലമായിരിക്കും. അതെനിക്ക് ഉറപ്പാണ്. അങ്ങനെ ഞങ്ങൾ മൂന്നാറിൽ നിന്ന് തുടങ്ങിയ യാത്ര എങ്ങോട്ടാണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പോകുന്ന വഴിക്ക് പോലീസ് എസ്കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. കുറച്ച് നാളിന് ശേഷം കണ്ടതുകൊണ്ട് തന്നെ എനിക്കും എൻ്റെ ട്രാവൽ പഠിക്കും പറയാനായിട്ട് കുറേ വിശേഷങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എയിംലെസ് ആയിട്ട് തുടങ്ങിയ യാത്ര മാങ്കുളം റൂട്ട് വഴി നമ്മൾ പിടിക്കുകയാണ് കേട്ടോ. രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളുള്ള ഈ ഒരു സ്ഥലത്തൂടെ പോകുമ്പോൾ എന്തോ മനസ്സിന് നല്ലൊരു സന്തോഷമാണ്. നമ്മളുടെ നെഗറ്റിവിറ്റിയൊക്കെ കംപ്ലീറ്റ്ലി മാറി ഒരു പോസിറ്റീവ് ഫീലിംഗ് എനിക്കിവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പോകുമ്പോൾ എൻ്റെ വിഷമങ്ങൾ ഫുള്ളും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം ഞാനിവിടെ ഡംപ് ചെയ്തിട്ട് പുതിയൊരു പേഴ്സണായിട്ട് പുറത്തോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഞാനെപ്പോഴും യാത്രകൾ ചൂസ് ചെയ്യുന്നതും അതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ സ്ട്രെസ് ലെവൽ വല്ലാതെ അങ്ങ് കൂടിയിട്ട് എനിക്കിനി ഒട്ടും പറ്റില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് വരുമ്പോഴാണ് സാധാരണ ഞാൻ യാത്രകൾ പ്രിഫർ ചെയ്യുക. പോകുന്ന വഴിക്ക് അവിടുത്തെ നേറ്റീവായിട്ടുള്ളൊരു ചേട്ടനോട് നമ്മൾ ചോദിച്ചു, ചേട്ടാ ഇവിടെ എന്താ കാണാനുള്ളത്? ചേട്ടൻ ഞങ്ങൾക്ക് ഒരു പ്ലാൻ എയും ഒരു പ്ലാൻ ബിയും തന്നു കേട്ടോ. പ്ലാൻ എ എന്ന് പറഞ്ഞാൽ ഇഞ്ചത്തൊട്ടിയും, പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ പെരുമ്പൻകുത്തും. ഇതുവരെയൊക്കെ പോവാത്ത സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ബി ആണ് ചൂസ് ചെയ്തത്. ഗൂഗിൾ മാപ്പിൽ നമ്മൾ മാപ്പൊക്കെ സെറ്റ് ചെയ്ത് ഡിറക്ഷൻസ് എല്ലാം നോക്കി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഐഡിയ ഒന്നുമില്ല അവിടെ വെള്ളം ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇങ്ങനൊരു വെള്ളച്ചാട്ടം ഉണ്ടാകുമോ എന്ന് പോലും ഒരു ഐഡിയ ഇല്ലാതെയാണ് ഞങ്ങളുടെ യാത്ര. ഈ പോകുന്ന വഴിക്കൊക്കെ നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ടിരിക്കുകയാണ്. അവിടെ എന്താണ് ഉണ്ടാവുക, നമ്മളിനി അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും കാണുമോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞത്. ഈ പോകുന്ന റോഡ് കുറച്ച് ചെറുതുമാണ്, അതുപോലെ കുറച്ച് കേഴ്സും കുറച്ച് അപ്പ് ആൻഡ് ഡൗൺസൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആരെങ്കിലും ഈ വഴിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ കുറച്ച് കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്തോളൂ കേട്ടോ. എൻ്റെ കൂടെയുള്ളത് പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് എനിക്കത്ര പേടിയൊന്നുമില്ല. ഇങ്ങോട്ടുള്ള ഈ വഴിയുണ്ടല്ലോ, ഇതും നല്ല സൂത്തിങ് ആയിട്ടുള്ളൊരു വഴിയാണ് കേട്ടോ. രണ്ട് സൈഡിലും നല്ല ഗ്രീനറി, നല്ല ബ്ലൂ സ്കൈ, അതിൽ വൈറ്റ്, നല്ല അടിപൊളിയുള്ള ക്ലൗഡ്സും ഇതെല്ലാം കണ്ട് നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തി. യെസ്, പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടം. തികച്ചും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. നല്ല വിഷ്വൽ ട്രീറ്റാണ് ഞങ്ങൾക്ക് അവിടെ കിട്ടിയത്. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. ഇങ്ങനെ ഒരു 10 രൂപ എൻട്രി ഫീസ് മാത്രമേ ഉള്ളൂ. ആരും അധികം വരാത്ത ഒരു ഡെസ്റ്റിനേഷനാണിത്. എനിക്ക് തോന്നുന്നു ഞങ്ങളും ഇപ്പോൾ ആ ചേട്ടൻ പറഞ്ഞില്ലെങ്കിൽ ഈ ഒരു വെള്ളച്ചാട്ടത്തിലോട്ട് എത്തത്തില്ലായിരുന്നു. ഇവിടെ പക്ഷെ നല്ലൊരു പോസിറ്റിവിറ്റിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ഹൈറ്റിലുള്ള വെള്ളച്ചാട്ടമൊന്നും അല്ലെങ്കിലും നമുക്കിവിടെ വന്ന് കുറേ നേരം നോക്കിയിരുന്നാലും ഒരിക്കലും ഒരു മടുപ്പ് വരില്ല. അവിടെ പെരുമ്പൻകുത്തിൽ ആകെ ഈ ഒരു വാട്ടർഫോളും ഒരു ചപ്പാത്തും മാത്രമേ കാണാനുള്ളൂ. പക്ഷേ ഇവിടെ വരെ ഡ്രൈവ് ചെയ്ത് വന്നെങ്കിലും നമുക്കത് വേസ്റ്റായിട്ട് ഒരിക്കലും തോന്നിയില്ല. അങ്ങനെ നമ്മളുടെ യാത്ര നമ്മൾ വൈൻഡപ്പ് ചെയ്തു കേട്ടോ. ഇനി നെക്സ്റ്റ് ടൈം കാണാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ട്രാവൽ ബഡിയുടെ കൂടെ പോകാനായിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ഇറ്റ്സ് മീ റിയ സൈനിങ് ഔട്ട്.